നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടുത്തെ കുട്ടികളുടെ ഭാവി തുലച്ചതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഈ നിൽക്കുന്ന നിധിക്ക്. എന്റെ അഭിമാന പ്രശ്നമായിരുന്ന ജപ്പാൻ കമ്പനിയുടെ പ്രോജക്റ്റ് എന്റെ കൈവെള്ളയിൽ നിന്നാ നീ തട്ടിത്തെറിപ്പിച്ച് സ്വന്തമാക്കിയത്. എങ്ങനെയുണ്ട് എന്റെ റിവെഞ്ച്? ബോധിച്ചോ? ഇതാണ് എന്റെ ഒരു സ്റ്റൈൽ. കണ്ണിന് കണ്ണ്. ഒരു പ്രോജക്റ്റ് പോയിന്ന് കരുതി എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ നിന്നെ എനിക്ക് ഈ പരുവത്തിൽ എന്റെ കൺമുന്നിൽ കിട്ടി. മതി, നിർത്ത്. ഒരാളോടുള്ള ബിസിനസ്സിലെ പക തീർക്കുന്നതിനു വേണ്ടി പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാതെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു കെട്ടിടത്തിന്റെ പണി തന്നെ വേണ്ടെന്ന് വെച്ച നിങ്ങളെ ഓർത്ത് സഹതാപമാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് പകയുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം, അല്ലാതെ പാവം ഈ കുരുന്നുകളോടല്ല അത് കാണിക്കേണ്ടത്. നിനക്ക് വേദനിക്കണമെങ്കിൽ ഇവരെ തൊട്ട് തന്നെ കളിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാ ആ ഫണ്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ഒരു മോശം പ്രവൃത്തി കാണിച്ചിട്ട് അത് വലിയ മഹത്തരമാണെന്ന് വിളിച്ചു പറയുന്ന നിങ്ങളുടെ ഈ പ്രകൃതം ഉണ്ടല്ലോ, ഉളുപ്പില്ലായ്മയെന്നേ ഞാൻ പറയൂ. പക്ഷേ പണം വെച്ച് വില പേശി എന്തും നേടിക്കളയാമെന്നുള്ള നിങ്ങളുടെ അബദ്ധധാരണയാണ് ഞാൻ തിരുത്താൻ പോകുന്നത്. ഇപ്പൊ പ്ലാൻ ചെയ്തതിനേക്കാൾ വളരെ മനോഹരമായ നല്ല ഒന്നാം തരം ഹൈടെക് ക്ലാസ് മുറികളായിരിക്കും അവിടെ വരാൻ പോകുന്നത്. ഇങ്ങനെ പിച്ചച്ചട്ടിയും പിടിച്ച് റോഡിൽ നിന്ന് യാചിച്ചു എന്ന് കരുതി അതിനു വേണ്ടുന്ന പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്ന നീയാണ് ശരിക്കും വണ്ടി. തോറ്റുപോകത്തേ ഉള്ളൂ നിധി. നീ ഈ നിധിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. ആ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനത്തിന് നിങ്ങളെയും ക്ഷണിച്ച് വേദിയിൽ ഇരുത്തണമെന്ന് ഒരു നിമിഷം ഒന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് തീരെ ഇല്ലെന്ന് പിന്നീടാണ് ഞാൻ ആലോചിച്ചത്. ഇതുപോലെയുള്ള ഒരാളുടെ പണം ഉപയോഗിച്ചാണല്ലോ ഞാൻ പഠിച്ചതെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ഇപ്പൊ പുച്ഛം തോന്നുക.